റിപ്പോർട്ട് പത്രത്തിൽ ഞാൻ കണ്ടത്. ആരോട് ചോദിക്കുകയോ പറയുകയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ പത്രത്തിൽ വായിച്ചപ്പോൾ തോന്നി ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞിടത്തോളം. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം എന്നെ മത്സരിക്കുമ്പോൾ നിലവിലുള്ള പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഗീതാ ഗോപി വളരെയേറെ സാമ്പത്തിക ഇതായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തി പുതിയ മത്സര രംഗത്ത് തന്നെയാണ് കഴിഞ്ഞ വർഷം ടൈം തീരുമാനിച്ചത്. അത് പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നെ ഏൽപ്പിച്ച അല്ലെങ്കിൽ മുന്നണി ഏൽപ്പിച്ച എല്ലാ പണികളും രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കെല്ലാം എല്ലാ ജനങ്ങൾക്കും രാഷ്ട്രീയം നോക്കാതെ തന്നെ വലിയൊരു വികസനം ഈ മണ്ഡലത്തിൽ നടത്താം. അത് നിങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ചാൽ ചർച്ച ചെയ്ത് ചെന്നാൽ അവർ എൻ്റെ അടുത്ത് പറയും. അതിലൊരു വിഷയം ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടിയെ ഞാൻ ഓരോ പാർട്ടിയെ മാത്രം ചെയ്തു കൊടുക്കലല്ലേ ചെയ്തു, മൊത്തം ഈ മണ്ഡലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന 100% വർക്കാണ് ചെയ്തിട്ട് അത് നിങ്ങളുടെ മാതൃഭൂമി കൂടി സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ കാണാം. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്ക് 5 വർഷം കൊണ്ട് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആവശ്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യസ്തമായ ചില ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാകാൻ പാർട്ടി എടുത്ത തീരുമാനം മനസ്സിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നിലപാട് വന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് നിലവിൽ ഇത്ര അപകടകാരിയായിരുന്ന ഗീതാ ഗോപിയെ പേയ്മെൻറ്റ് സീറ്റ് കൊണ്ട് മേടിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് എന്തോ സംശയം നിലനിൽക്കുന്നു. അതാണ് മനസ്സിലുള്ള ഒരു ഗീതാ ഗോപിക്ക് സീറ്റ് കൊടുക്കാനുള്ള കാരണം ഇപ്പൊ ടേം ഒക്കെ നിലവിലുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അതൊക്കെ തെറ്റിച്ചപ്പോഴാണ് നമ്മൾ പറയാൻ അവസരമുണ്ടായത്. ഇത് അവസരം ഉണ്ടാവുമെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് സീറ്റ് എന്ന നിലയിൽ തോന്നാനുള്ള ഉണ്ടാവാനുള്ള കാരണം ഞാനും 5 വർഷം ഭരിച്ചതാണ്. ഈ ഗീതാ ഗോപി 10 വർഷക്കാലം ഈ മണ്ഡലത്തിൽ നിന്നതാണ്. 5 വർഷം 10 വർഷം നിങ്ങൾ പരിശോധിക്കപ്പെടാം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ പരിശോധിച്ച് പലപ്പോഴും എന്നോട് സാമ്പത്തികമായി പാർട്ടി പറയാറുണ്ട് പിരിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഞാൻ ഇവിടെയുള്ള ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരുള്ള ഒരു മണ്ഡലമാണ് നാട്ടിൽ നിയോജക മണ്ഡലം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ ഇതുവരെ അവരത് പോയിട്ടില്ല, ഇടപെട്ടിട്ടില്ല. എന്തായാലും എൻ്റെ പാർട്ടിയെ സഹായിക്കണം എന്ന് മാത്രമാണ് പറയാറ്. പക്ഷേ അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകളാണ് പിന്നെ വന്നത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഈ സാമ്പത്തികമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു വ്യക്തി ഇവരാണ് എനിക്ക് മനസ്സിലാക്കി. അവരെ ഈ കഴിഞ്ഞ കാലത്തെ ചരിത്രം ഞാൻ പരിശോധിച്ചു. അവരെ ഉണ്ടായതിന് തൊട്ട് ഇപ്പം നിങ്ങൾ അവരുടെ വസ്തു കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് ആ അപകടസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ വേറെ എത്ര സ്ഥാനാർത്ഥികളുണ്ടായി എല്ലാ ഘടകത്തിലും 2 മണ്ഡലം കമ്മിറ്റി ഘടകത്തിലും ചർച്ച ചെയ്തപ്പെട്ടപ്പോൾ സ്ഥാനാർത്ഥികൾ 7, 8, 9 സ്ഥാനാർത്ഥിയുടെ പേരാണ് വന്നത്. അവരൊന്നും അംഗീകരിക്കാതെ ഈ പറയുന്ന കക്ഷി എടുത്തപ്പോൾ ഇതിലെന്തോ സാമ്പത്തിക ഭദ്രത ഉറപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പാർട്ടി അങ്ങനെ പോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പോയാൽ നമ്മൾ പൊതുവെ ജനങ്ങൾ അത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എന്തായാലും അതൊക്കെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് മനസ്സിലായി. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ. അത് ക്രമേണ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആ വിഷയങ്ങൾ പറഞ്ഞ് എന്നെ പ്രതികരിക്കുന്ന ഇതിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ തയ്യാറാണ്. അല്ല, ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് ഇന്ന് എന്നോട് വിളിച്ച് പറഞ്ഞ് വന്നവർ എൻ്റെ പലരും ഇന്ന പോലെ വരേണ്ടായി എൻ്റെ അടുത്തേക്ക്. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇവിടെ എല്ലാം വിളിച്ചു കൂട്ടുക, നമുക്ക് തൃശ്ശൂർ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് എൻ്റെതായ കാര്യങ്ങൾ പച്ചയായി പറയാൻ സ്റ്റേറ്റ് മുഴുവൻ അറിയാതെ ഞാൻ ഉണ്ട് ആകപ്പെടുന്ന എൻ്റെ അടുത്ത് വന്നു. സ്വതന്ത്രനാവണം, സ്വതന്ത്രമായിട്ട് മത്സരിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എന്താ അവരൊക്കെ പറയാൻ പറ്റില്ല. ഓരോ പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ എല്ലാ 100% സപ്പോർട്ട് തരാമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. UDF ഭാഗത്ത് നിന്ന് UDF ആണെങ്കിൽ ഇപ്പോൾ ഈ നാട്ടിലെ പോലെ ശക്തമായ ഇടത് കമ്മ്യൂണിസ്റ്റ് മണ്ഡലത്തിൽ അങ്ങനെ അവർക്കൊരു സ്ഥാനാർത്ഥിയെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ പോലും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. UDF പിന്തുണ സ്വീകരിക്കുമോ അങ്ങനെയാണെങ്കിൽ? ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പ്രതിഷേധം ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ പിന്തുണ എനിക്ക് അനിവാര്യമാണ്. ആ പിന്തുണ പരമാവധി സ്വീകരിച്ച് ജനങ്ങളിലേക്ക് ഇത് പറയും. വോട്ടല്ല പ്രശ്നം, ഈ പ്രശ്നം ജനങ്ങൾ അറിയണം. ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഞാനാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അത് വലുത്, ഞാനാണോ വലുതെന്ന് ചോദിക്കും. പക്ഷെ പറയട്ടെ, അത് എന്ത് പറഞ്ഞോട്ടെ, ഞാൻ നാളെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പാർട്ടിക്കാർ ലീഡർഷിപ്പ് പറഞ്ഞെങ്കിലും പ്രസംഗിക്കാൻ താല്പര്യമുള്ള ബന്ധമുള്ള ആൾക്കാർ ഈ നാട്ടിക മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. അവരുടെ പ്രസംഗമൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിത് ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോൾ അത് പറയാൻ തയ്യാറായത്. അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വളരെ ഇതോടുകൂടി മുന്നോട്ട് പോകാൻ ആലോചിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഞാൻ പറയും. ഇപ്പോൾ ഞാൻ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ബിഷപ്പും വിവേചനം എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ നിങ്ങൾക്ക് വായിച്ചൊക്കെ അറിയാം എന്താണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ കഴിവും ബന്ധപ്പെടലും ഒരു പാവപ്പെട്ടവൻ്റെ ഇടപെടുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതുവരെ ഈ 10-68 വർഷക്കാലത്ത് മറ്റുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായി എൻ്റെ പ്രസ്ഥാനത്തെ എത്ര കണ്ട് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മുന്നോട്ട് കൊണ്ട് 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ എതിർത്തിട്ടുണ്ടായുള്ളൂ. ഒന്ന്, ഞാൻ MLA ആയിരുന്നപ്പോൾ എൻ്റെ PA ആയിരുന്നവനെ രക്ഷിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നുവെച്ചാൽ എൻ്റെ ലെറ്റർ പേഡ് മുഴുവൻ കള്ളപ്പൂട്ടിട്ടാണ് കാര്യം നടത്തിയിരുന്നത്.
ഇത് ഞാൻ മറ്റൊരു ചാനലിനോട് പറഞ്ഞിട്ടില്ല. അത് നടത്തിയപ്പോൾ ഞാൻ പാർട്ടിയോട് പറഞ്ഞു ഈ പോക്ക് ശരിയല്ല, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചിട്ട് ചെയ്യണം. അത് ചെയ്യാതെ ഒരുപാട് ഇത് എഴുതി കൊടുത്ത് ഒരുപാട് ഇത് ഞാൻ വേറെ രീതിയിൽ പറയുമ്പോൾ അത് ഇനി പറയേണ്ടതുണ്ട്, അത് പിന്നെ ഞാൻ പറയും. ഉപയോഗിച്ചു ലെറ്റർ പേഡ് പല സ്ഥലത്ത് ഉദ്യോഗസ്ഥർ ചെന്ന് നോക്കി അറിയാം എൻ്റെ കള്ളൊപ്പിട്ടിട്ടാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ചില ആൾക്കാർ കൂട്ടുനിന്നു. ആ കൂട്ടുനിന്നതിൻ്റെ പ്രതിഷേധം എൻ്റെ മനസ്സിലുള്ളത്. ആ മനസ്സിലുള്ള പ്രതിഷേധം എന്നും ഉണ്ടാകും. അതുപോലെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ ഫംഗ്ഷൻ അവിടെ നടക്കണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത്ര രൂപ ചെലവ് ചെയ്യണം എന്നോട് പറഞ്ഞു. എൻ്റെ 10 പൈസ ഇല്ല. അംഗപാടുള്ളത് ഇത് സർക്കാരിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വാഹനമാണ്. പാലക്കാട് ദാനം സർക്കാരിൻ്റെ വാഹനമാണ്, സർക്കാരിൻ്റെ വാഹനമൊന്നുമല്ല. നമ്മുടെ ഇത് വരുന്ന സംഖ്യയിൽ നിന്നും ഇടുന്ന അലവൻസിൽ നിന്നും കൃത്യമായി പിരിച്ചെടുക്കുന്ന എന്ന വിഹിതമാണ് ഈ പറഞ്ഞ കാറ്. അത് നമ്മുടെ 5 വർഷം കൊണ്ട് എൻ്റെ വിഹിതം നിന്ന് പിരിച്ചെടുത്തിട്ട് കാറിൻ്റെ ലോൺ 10 ലക്ഷം രൂപയാണ് സർക്കാർ ലോൺ പലിശരഹിത വായ്പ നമുക്ക് തരുന്നത്. അതാണ് എൻ്റെ കാറ്. അപ്പോൾ കാറിൽ പോകണമെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ പിള്ളേരെ കൂടെ പോയി ബൈക്കിൻ്റെ പിന്നിലിരുന്ന് പോയി ഇടപെട്ട് മുന്നോട്ട് പോയി. അപ്പോൾ പറ്റില്ല, MLA ആണ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാറ് ഉണ്ടായി. അതിപ്പോൾ അതിലത് അഴിമതി നടത്തി എന്നാണ് പറയുന്നത് എൻ്റെ പാർട്ടി, ഈ കാറിലടക്കം. ഇത് നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആൾക്ക് തോന്നും ആരാ പറഞ്ഞതെന്ന് ബോധ്യം. കഴിഞ്ഞ പേര് പത്രം വായിച്ചപ്പോൾ എന്നുവെച്ചാൽ പാർട്ടി 2 ടൈം 1-ാം ടൈം 2-ാം ടൈം കുത്തിയത് പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കളാണോ, ജില്ലയിലെ നേതാക്കളാണോ, സംസ്ഥാനത്താണോ? അല്ല, ഇവിടുത്തെ നേതാക്കന്മാരാണ്, തർക്കമില്ല. അത് പറ്റായിട്ട് ഞാൻ പറയാൻ പോവാണല്ലോ. അങ്ങയുടെ ശിഷ്യന്മാരാണോ? അന്വേഷിച്ച് അതായിരിക്കും എനിക്ക് പറഞ്ഞ പേരെടുത്ത് പറയാൻ പോവാൻ ഞാൻ. ഇപ്പം എനിക്കുണ്ടാവുന്ന അനുഭവം എന്താണോ എനിക്കറിയാം. വരാൻ പോകുന്ന ഒരു അപകടസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നെ ആയിട്ട് പറയുന്ന ഏത് കക്ഷിയായാലും ധൈര്യമായി നേരിടാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ പേരിലാണ് പറഞ്ഞ് ഒരു പ്രതിഷേധം എന്ന നിലയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമല്ല, എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഏത് പാർട്ടിയെയും ഞാൻ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകും. അവരായിട്ട് എന്നെ സമീപിച്ചിട്ടുണ്ട്. അല്ലാത്ത പല പാർട്ടികളും 2 വർഷം മുന്നുള്ള പാർട്ടികൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരെ സീറ്റുകളിൽ വനം കാലുവയ്ക്കാമെന്ന് എന്നെ പാർട്ടി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ലല്ലോ വരെ.